ഏറ്റവും പ്രിയങ്കരനായ അധ്യക്ഷൻ എൻ്റെ ജ്യേഷ്ഠ സഹോദരൻ അഡ്വക്കേറ്റ് ജി സുബോധൻ, വേദിയിലുള്ള ഏറ്റവും പ്രിയപ്പെട്ട ജാഥാംഗങ്ങളെ, ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സമുന്നതരായ നേതാക്കളെ, എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സഹപ്രവർത്തകർ, നമ്മൾ പുതുയുഗ യാത്രയുമായി മുന്നേറുകയാണ്. കേരളത്തിലെ ജനങ്ങളുടെ ഹൃദയവികാരങ്ങൾ നെഞ്ചിലേറ്റിയുള്ള ഒരു യാത്രയാണ്. അവരുടെ ഹൃദയാഭിലാഷങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു യാത്രയാണ്. അവരുടെ ആഗ്രഹം കഴിഞ്ഞ 10 വർഷമായി കേരളത്തിൽ നടക്കുന്ന ഈ ദുർഭരണം അവസാനിപ്പിച്ച് ഒരു പുതുയുഗത്തിന് തുടക്കം കുറിക്കണം എന്നതാണ്. അത് സാർത്ഥകമാക്കുമെന്നുള്ള ദൃഢപ്രതിജ്ഞയോടുകൂടിയാണ് UDF വരുന്നത്. എനിക്ക് മുൻപ് സംസാരിച്ച നേതാക്കൾ ഈ സർക്കാരിൻ്റെ ദുർഭരണത്തെക്കുറിച്ച് നിങ്ങളോട് വളരെ വിശദമായി സംസാരിച്ചു. അത് കേരളത്തിൻ്റെ ഉള്ളിലുണ്ടാക്കിയിരിക്കുന്ന ആഴത്തിലുള്ള മുറിവുകൾ, കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഒരു സർക്കാരും ഉണ്ടാക്കാത്ത മുറിവുകളാണ് ഈ സർക്കാർ ഉണ്ടാക്കിയത്. ഇതുപോലുള്ളൊരു ദുർഭരണം ഈ സംസ്ഥാനത്തിൻ്റെ ചരിത്രത്തിൽ നടന്നിട്ടില്ല. നിങ്ങൾക്കറിയാം, ഒരു സംസ്ഥാനത്തിൻ്റെ ഘടന എന്ന് പറയുന്നത് അതിൻ്റെ നട്ടെല്ല് അതിൻ്റെ സമ്പദ് വ്യവസ്ഥയാണ്. ആ നട്ടെല്ല് കേരളത്തിൻ്റെ തകർന്നു കിടക്കുകയാണ്. അടുത്ത മാസം പിണറായി വിജയൻ അധികാരത്തിൽ നിന്ന് സലാം പറയും, ഇല്ലേ? ഉറപ്പായി പറയും. അപ്പോൾ 6 ലക്ഷം കോടി രൂപയുടെ കടബാധ്യത മലയാളിയുടെ തലയിൽ കെട്ടിവെച്ചിട്ടാണ് പോകുന്നത്. കടത്തിന്റെ കാണാക്കയങ്ങളിലേക്ക് ചവിട്ടിത്താഴ്ത്തിയിട്ടാണ് പോകുന്നത്. ഒരു സംസ്ഥാനത്തിന്റെ സമ്പദ്ഘടനയിൽ ഉണ്ടാകുന്ന തകർച്ച നിങ്ങൾ അറിയണം. അത് സാധാരണ ജനങ്ങളുടെ ജീവിതത്തിൽ അത് പ്രതിഫലിക്കും. നിങ്ങൾക്കറിയാമോ, കഴിഞ്ഞ 12 മാസമായി ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിലക്കയറ്റമുള്ള 1ാമത്തെ സംസ്ഥാനമാണ് കേരളം. ബീഹാറും മധ്യപ്രദേശും ഉത്തർപ്രദേശും അല്ല. എവിടെയായിരുന്നു ഈ സർക്കാർ? ഒരു മുഖ്യമന്ത്രിയുടെ മേശപ്പുറത്ത് ആദ്യം ഒരു മുഖ്യമന്ത്രി കാണേണ്ടത് വിലവിവര പട്ടികയാണ്. രാവിലെ എഴുന്നേറ്റാൽ, ഓഫീസ് മുറിയിൽ വന്നാൽ, ഈ പിണറായി വിജയൻ ഈ 1 കൊല്ലമായി കേരളത്തിന്റെ വിലവിവര പട്ടിക കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടെങ്കിൽ മനസാക്ഷിയുണ്ടോ? ഈ പാവപ്പെട്ടവനെ ഇത്രമാത്രം ദുരിതത്തിലായിട്ടുള്ള വിലക്കയറ്റം നിയന്ത്രിക്കാൻ ചെറുവിൽ നിലക്കിയിട്ടുണ്ടോ? സാധാരണക്കാരനെ കുറിച്ച്, പാവപ്പെട്ടവനെ കുറിച്ച് ഒരു ചിന്ത ഉണ്ടെങ്കിൽ ഒരു മുഖ്യമന്ത്രിക്ക് അത് ഉണ്ടാകണം. ആ മുഖ്യമന്ത്രിക്ക്